അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോവാണ്? എങ്ങോട്ട് പോവാൻ? അതെ, പെട്ടിയെടുത്ത് പുറത്ത് വെച്ച് ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ടില്ല. നാട്ടിൽ പോകാൻ ഇനി ഒരു 2 ആഴ്ച സമയമുണ്ട്. പക്ഷേ ഞങ്ങളെന്ത് പിന്നെ ഇന്ന് കുറച്ച് സാധനങ്ങൾ, ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലിഡിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പെട്ടിയൊക്കെ ഞങ്ങൾ 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ചു. ആദ്യമായിട്ട് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ആഴ്ച മുന്നേ പെട്ടിയെടുത്ത് പുറത്ത് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇപ്പം ഞങ്ങൾക്കൊരാഗ്രഹം പെട്ടിയെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകാറായല്ലോ എന്നുള്ള ഒരു ഇത് വരും അല്ലേ. അപ്പം ഞങ്ങൾ ഇന്നെന്തായാലും പോയി. ഇനിയിപ്പോൾ സമയമില്ല, 2 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ ലീവും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഓഫ് ഡേ എല്ലാം ഒരു ക്ലാഷ് വരും. അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഓഫായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി കുറച്ച് സാധനങ്ങൾ, കുറച്ച് പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് അതും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ലിഡിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ, ചോക്ലേറ്റ്സ് മേടിക്കാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ സ്ഥിരം ഒച്ചപ്പാടുണ്ടാക്കുന്ന അപ്പൂപ്പനെ വിടുന്നു. ഒച്ചപ്പാടുണ്ടാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പുള്ളി പൊടി വൃത്തിയാക്കുന്നതാണ്. പുള്ളി നിലത്ത് കിടക്കുന്ന ചപ്പും ചവറൊക്കെ ബ്ലോവർ കൊണ്ട് അടിച്ച് കളയുവാണ്. പിന്നെ ഈ പറയുന്ന ചെടിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതും ഈ അപ്പൂപ്പൻ തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് വീട്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ഡ്രൈവിംഗ് ലെസണിന് പോയിട്ടേ ഉള്ളൂ. ഈ വഴിയാണ് ഞാൻ വണ്ടി ഓടിച്ച് പോയത്. മറ്റന്നാൾ, അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10-ാം തീയതി അല്ലേ. 12-ാം തീയതി എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ലിഡിലേക്ക് നടക്കാൻ. ഞങ്ങൾ സ്ഥിരം പോകുന്നതല്ല ഞങ്ങൾ, കാരണം ഞങ്ങളുടെ ടൗണ് ഗിൽഫോർഡ് ടൗൺ ആണ് മെയിൻ ടൗണ്. അവിടുന്ന് ഒരു കുറച്ച് മാറിയിട്ടാണ് ലിഡിൽ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എപ്പോഴും ടെസ്കോ അല്ലെങ്കിൽ സെയിൻസ്ബറീസ് ആണ് മോസ്റ്റ്ലി. പിന്നെ അടുത്തുള്ളത് വെയ്റ്റ്രോസും പിന്നെ വേറെ ഏതോർണം കൂടി ഇല്ല. വെയ്റ്റ്രോസ്, ടെസ്കോ, സെയിൻസ്ബറീസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത്. പിന്നെ കോപ്പ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഡിലാണ് കുറച്ചും കൂടെ മാറിയിട്ട് ഒരു സ്റ്റോർ എന്ന് പറയാനുള്ളത്. ഇന്നിപ്പം ചോക്ലേറ്റ്സ് മേടിക്കാൻ ഞങ്ങൾക്ക് അടുത്തുള്ളതിൽ ഏറ്റവും ബെറ്റർ ലിഡിലാണെന്ന് തോന്നി. ലാസ്റ്റ് ടൈം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതാണോ അനുമോൾ വരുന്ന പള്ളി എന്ന് ചോദിച്ചാൽ അല്ല. പള്ളിയിൽ പോകാറില്ല. പള്ളിയിൽ പോകും, പ്രത്യേക ഒക്കേഷനുകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് നേരെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ലിഡിലിൽ പോവുക, കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത് മേടിക്കുക. അതായത് ചോക്ലേറ്റാണ് മെയിനായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങൾ ലിഡിലിൽ കണ്ടാൽ മേടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ, വീട്ടിലേക്കൊക്കെ മേടിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കണം എന്ന് വിചാരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട, ഇപ്പം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മേടിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത് കഴിഞ്ഞ് ലിഡിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആ ചോക്ലേറ്റ്സൊക്കെ പെട്ടി നമ്മൾ പുറത്തെടുത്ത് വെച്ചായിരുന്നല്ലോ, അതിനകത്തേക്ക് തിരികെ എടുത്ത് വെക്കുക. എന്നിട്ട് ആ പെട്ടി നോക്കിയിരിക്കുക 2 ആഴ്ചത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുന്നത് 22-നാണ്. 22 ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്, ഏകദേശം 9 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്കൊരു 5 മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ 5 മണിക്ക് ട്രെയിനിന് കയറി നേരെ ഗാറ്റ്വിക്ക് എയർപോർട്ട്, ഗാറ്റ്വിക്കിൽ നിന്നാണ് ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത്. ഗാറ്റ്വിക്ക് ടു ഖത്തർ ടു കോഴിക്കോട്, എന്നിട്ട് കോഴിക്കോട് നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് കണ്ണൂർ. ഇതാണ് പ്ലാൻ. നോർമലി ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ബാംഗ്ലൂർക്ക്. ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ പോക്ക് ഡേറ്റ് എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. സോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എല്ലാം ലോങ് റേഞ്ച് ഫ്ലൈറ്റുകൾ ആണെങ്കിലും ഖത്തർ എയർവേസിൽ അല്ലെങ്കിൽ എമിറേറ്റ്സ് പോലെയുള്ളതിൻ്റെ A380 ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാറ്റി ബുക്ക് ചെയ്തതാണ്. പിന്നെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഞങ്ങൾക്ക്. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് പോകണ്ടെന്ന് തോന്നി ഇപ്രാവശ്യം. ഒരു ചെറിയൊരു വെറൈറ്റി മാറ്റി പിടിക്കാമെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ മാറ്റി പിടിച്ചു. എങ്ങനെയുണ്ടെന്ന് പോയി വന്നു കഴിയുമ്പോൾ അറിയാം. തിരിച്ചു വരുമ്പോൾ ഉള്ള ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ്. അഗെയിൻ ഖത്തർ ടു ഹീത്രൂ.
അങ്ങനെ ഞങ്ങൾ ലിഡിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ എപ്പോഴും വരുന്ന ഒരു പാർക്കുണ്ട് അവിടെ, സ്റ്റോക്ക് പാർക്ക്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അത്യാവശ്യം വലിയൊരു പാർക്കാണ്. ഇപ്പം പച്ചപ്പെല്ലാം പോയി സമ്മർ ആയതുകൊണ്ട് ഫുള്ള് ഒരു പുല്ലൊക്കെ വെട്ടി ഉണങ്ങിയിരിക്കുക. അപ്പോൾ ഇന്നിപ്പം മൺഡേ ആയതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക ഇത്രയും കുറവ് ആൾക്കാർ. ലീവുള്ള ദിവസമാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇരുന്ന് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ച് കുട്ടികളും പട്ടികളും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു ചെറിയ പാർക്ക്, വലിയ പാർക്ക്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു പോണ്ട് അവരാക്കി വെച്ചിട്ടുണ്ട്, ഒരു ലൈവ് പോണ്ട്. അതിനകത്ത് 2 പോണ്ടുണ്ട് ആക്ച്വലി, ഒന്ന് വലുതും ഉണ്ട് ഒന്ന് ചെറുതും ഉണ്ട്. അവിടെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ അതിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, അവിടുന്ന് നമുക്ക് ഐസ്ക്രീം മേടിക്കാം. പിന്നെ നമുക്ക് അങ്ങനെ ബർഗർ, ഫ്രൈസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, സ്ലഷി, ജ്യൂസുകളൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു കടയുണ്ട് അവിടെ. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അവരവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകും. നല്ല സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, രാവിലെ ആയാലും വന്നിരിക്കാൻ അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഇതാണ് ആ സ്റ്റോക്ക് പാർക്കിനകത്തുള്ള ഒരു ചെറിയ സ്റ്റോർ, ഒരു സ്റ്റോക്ക് പാർക്ക് കിയോസ്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ വലിയ തിരക്കില്ല. അപ്പോൾ അനുവിന് ഇത് കണ്ടപ്പം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോണ്ട്. നമ്മൾ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു തരാം. ആദ്യം ഞങ്ങൾ ഐസ്ക്രീം മേടിക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ഒരു ഐസ്ക്രീം മേടിക്കാം, എന്നിട്ട് നമുക്കത് കഴിച്ചുകൊണ്ട് ലിറ്റിലേക്ക് പോവാം. എന്താ മേടിക്കുന്നത്? ഇവിടെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോഗ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമൊക്കെ കിട്ടും ഇവിടെ. മനുഷ്യർക്കുള്ളതും കിട്ടും, ഡോഗ്സിനുള്ളതും കിട്ടും. അങ്ങനെ പറയലും സാധനം കിട്ടലും ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് കിട്ടി. എടുത്തു. നാപ്കിൻ വേണേ? വേറെ ഉണ്ടോ? ചോദിച്ചു നോക്കാം, അവർ തരും വേണേ? ചോദിച്ചു നോക്ക്. നാപ്കിൻ മേടിക്കട്ടെ. ഇതാ ഇവിടെയുള്ള പുള്ളിക്കാരോട് ചോദിച്ചാൽ മതി. നാപ്കിൻ. അങ്ങനെ ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടി. ഞങ്ങൾ എപ്പോഴും മേടിക്കാറില്ല, വല്ലപ്പോഴും ഈ സ്റ്റോക്ക് പാർക്കിൽ വരുമ്പോഴാണ് ഈ സാധനം മേടിക്കുന്നത്. പക്ഷേ അടിപൊളിയായത് അല്ലേ, നല്ല ക്രീമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോണ്ട് കണ്ടോ. അവിടെ ഞാൻ പറഞ്ഞ പോലെ കുറേ പക്ഷികളും ഇതൊക്കെ സ്ഥിരം ഇവിടെ ഉള്ളതാണ്. നമുക്ക് ആ ബ്രിഡ്ജ് വഴി നമുക്ക് കയറി അതിനകത്തേക്ക് പോകാൻ പറ്റില്ല, അത് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇത് കാണാൻ അടിപൊളിയാണ്, നല്ല ക്ലിയർ വാട്ടർ. ഇവർ സമ്മർ ആകുന്നതിന് മുന്നേ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യും, ഈ വെള്ളം മൊത്തം വറ്റിച്ച് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിടും ആൾക്കാർക്ക് വന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടി. പിന്നെ അവിടെ ഒരു പോണ്ടുണ്ട്, ഞാൻ അവിടെ അടുത്തുനിന്ന് അധികം കാണിക്കുന്നില്ല കാരണം കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അതൊരു സ്വിമ്മിംഗ് പൂള് പോലെയാണ്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ വലിയ ആഴമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂൾ. ഞാൻ ഇവിടുന്ന് വീഡിയോ കട്ട് ചെയ്യുവാണ് കാരണം ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ലിഡിലെത്തി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അങ്ങനെ ഇതാണ് ലിഡിൽ. അപ്പോൾ അനു അകത്തുണ്ട്. ജസ്റ്റ് കയറി ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ വേണ്ടേ? അതിനെത്രയാ? ഗ്രീൻ ഹൗസ് പ്ലാന്റ്സ് നമ്മുടെ അടുത്തുള്ളത് ഏതാ ഉള്ളത്? ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഞങ്ങൾ നേരെ കയറിപ്പോയി ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. എനിക്ക് തോന്നുന്നു എടി വാട്ടർ മെലൺ ഇതിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും വാട്ടർ മെലൺ എടുക്കുന്നുണ്ട്. 1.29 ഒരു ഫുൾ വാട്ടർ മെലൺ. 1 or 2 നല്ല നോക്കി. വാട്ടർ മെലൺ 1.29 വാട്ടർ മെലൺ, ഒരു ഫുൾ വാട്ടർ മെലൺ ഉണ്ട്. പിന്നെ ലിഡിൽ അത് കൊള്ളാം, വലിയതാണ് താനും അല്ലേ. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുള്ള എടുത്തിട്ട് വന്നിട്ട് നമുക്ക് വാട്ടർ മെലൺ എടുക്കാം. എന്തൊക്കെയാണ് മേടിക്കാനുള്ളത്?
ചെറിയ 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 കൊട്ടയില്ല, ചെറിയ കൊട്ട കിട്ടി. അയ്യോ, അത് ടൈ ചെയ്ത് വെച്ചേക്കോ. ഇതിങ്ങനെ ഉന്തുന്ന സാധനമാണ്. നമ്മൾ ചെറിയ ഇതെടുത്തിട്ട് ചോക്ലേറ്റ് എടുത്തപ്പം എല്ലാം അധികമായിപ്പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, വലുതിലേക്ക് തട്ടാൻ. കാരണം ഇതും കൊണ്ട് നമ്മുടെ പർച്ചേസ് ഇവിടെ നിൽക്കില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ഞാനത് വലുതിലേക്ക് തട്ടി. ഇനി ചെറുത് നമ്മളിവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ഈ വലുതിന് വലിച്ചുകൊണ്ട് നടക്കും. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വത്തക്ക എടുക്കണ്ടേ? വത്തക്ക ഇങ്ങനെയൊക്കെ കൊട്ടി നോക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ കളറുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അതിനർത്ഥം ഇത് ഏകദേശം ആയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊട്ടി നോക്കും. UK യിലുള്ളവരൊക്കെ എങ്ങനെയാണോ എടുക്കുന്നത് വത്തക്ക? നമ്മൾ നാട്ടിലിങ്ങനെയൊക്കെയാണ് എടുക്കാറ്. ഇത് കൊള്ളാം, ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഇതും കണ്ടിട്ട് കൊള്ളാം. കൊട്ടുമ്പോൾ ഒരു ധ്വനി അല്ല, അതിനെന്താ പറയുക, ഒരു മുഴക്കം ഉണ്ടാവും. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലതായിരിക്കും. ഒറിജിൻ ഫ്രം ഇറ്റലിയാണ്, ഇറ്റാലിയൻ വത്തക്ക. ഫോർ ദിസ് ചീപ്പ് പ്രൈസ്, വെരി ചീപ്പ്. നമ്മൾ എല്ലാം മേടിച്ച് കൗണ്ടറിലെത്തി പേ ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ അതാണൊരു ടാസ്ക്. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്തു. എല്ലാം കൂടെ കൂട്ടി 84 pounds, അതായത് ഒരു 9,000, 8,500, 9,000 അല്ലേ? 9,000. നാട്ടിലെ ഏകദേശം 9,000 രൂപയുടെ സാധനം. അത്ര ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ഇല്ല കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വെക്കാം. പിന്നെ വാട്ടർമെലൻ്റെ കേസിൽ ഒരു അബദ്ധം പറ്റി. വാട്ടർമെലൻ പെർ kg ആയിരുന്നു ആ റേറ്റ്. ഞാൻ 2 1 പൗണ്ട് വന്ന് 1,29 വിചാരിച്ചെടുത്തുകൊണ്ട് വന്നു, പക്ഷെ അല്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരെണ്ണം തിരിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾ പൈസ കുറവാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ, അപ്പം 2 ആഴ്ചത്തേക്ക് നമുക്ക് നാട്ടിൽ പോകുന്നതിന് മുന്നേ വീട്ടിലിരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് മേടിച്ചത്. പക്ഷെ ഒരെണ്ണവും ധാരാളമാണ് നമുക്കല്ലേ. ഇനി നമുക്കിതെല്ലാം ഞങ്ങളുടെ 2 ബാഗിലായിട്ട് ഞങ്ങൾ അടുക്കി വെക്കാൻ പോവാം. അത് കഴിഞ്ഞ് ഒരു ലിഡിലിൻ്റെ ഒരു ബാഗും കൂടെ ഞങ്ങൾ മേടിച്ചു. അപ്പം അതിനകത്തും കൂടെ കുറച്ചിട്ടിട്ട് നമുക്ക് പോവാം. ലിഡിലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന അതേ വഴി തിരിച്ച് വീട്ടിലേക്ക്. അനു ആ റൈസ് ക്രാക്കേഴ്സ് പൊളിച്ച് കഴിക്കാൻ വേണ്ടി നോക്കുന്നു. ഇനി പരിപാടിയൊന്നുമില്ല. 5:30 സമയം, വൈകിട്ട് 5:30. ഇപ്പോഴും സൂര്യേട്ടൻ കത്തി നിൽപ്പാണ്. നല്ല ചൂടാണ്, ഏകദേശം 30 ഡിഗ്രി ചൂടാണിപ്പോൾ. ഇനി നേരെ വീട്ടിൽ പോയി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. വൈകുന്നേരത്തെ കുറച്ച് കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നാളെ 2 പേർക്കും നാളെ ജോലിയുണ്ട്. സോ ഇനി അതാണ് പരിപാടി. ഇതാണ് ഞങ്ങളിപ്പോൾ മേടിച്ച റൈസ് ക്രാക്കേഴ്സ്, സ്വീറ്റ് ചില്ലി റൈസ് ക്രാക്കേഴ്സ്. ഗ്രീൻ വന്നു. ഇനി ഞങ്ങളൊന്ന് റോഡ് കടന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കില്ലേ. ആൾക്കാർ ആ ഗ്രീൻ സിഗ്നൽ പോവും. പിന്നെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വണ്ടിയെല്ലാം പോകുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ഇത് കണ്ടോ, അങ്ങ് വരെ ബ്ലോക്കാണ്. എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്ന സമയമാണ് 5:30. അപ്പോൾ സമയമെടുക്കും. സോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ ഐസ്ക്രീം മേടിച്ച ആ ഒരു സ്ഥലത്ത്, നമ്മുടെ സ്റ്റോക്ക് പാർക്കിനകത്ത് ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം. കാരണം മടുത്തു. ബാഗും ഉണ്ട് കയ്യിൽ, ഇതും ഉണ്ട്, പിന്നെ ഇത്രയും ദൂരം നടക്കാനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പം പിന്നെ ഈ ചൂടും ഞങ്ങൾ മടുത്തു. കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഞങ്ങൾ ആ റൈസ് ക്രാക്കേഴ്സൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കൊരു 10-15 മിനിറ്റും കൂടെ നടക്കാനുണ്ട്. അപ്പം നേരെ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. വീട്ടിലേക്ക് വെച്ച് കുടിക്കാം, വീട്ടിൽ പോകണം, ഒരു ചായ വെച്ച് കുടിക്കണം അല്ലേ. ഇതേ ഒരു കുഞ്ഞൻ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു. പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി. മടുത്ത് ചത്തതേ. പെട്ടി, ബാഗ്, ഞങ്ങൾ കൊണ്ടുവന്ന ബാഗ്, സാധനം മേടിച്ച് കൊണ്ടുവന്ന ബാഗുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ പെട്ടി ഒന്ന് തുറന്ന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി അറേഞ്ച് ചെയ്ത് വെക്കണം.
ഇനി ഒന്ന് ചായ കുടിക്കണം. മടുത്തു. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കുളിച്ച് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇനി അടുത്ത പാർട്ട് നമുക്ക് നാട്ടിൽ പോകുന്ന 2 ആഴ്ചക്കുള്ളിൽ കാണാം.